കൊച്ചിയിൽ ട്രാൻസ് വുമണിന് നേരെ ക്രൂര മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപമാണ് സംഭവം നടക്കുന്നത്. മെട്രോ സ്റ്റേഷന് സമീപം സുഹൃത്തിനെ കാത്തിരുന്ന ട്രാൻസ് വുമണാണ് ആക്രമിക്കപ്പെട്ടത്. കാക്കനാട് സ്വദേശിയായ ട്രാൻസ് വുമണിനെ ഒരാൾ അസഭ്യം പറയുകയും ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മർദ്ദനത്തിൽ ട്രാൻസ് വുമണിന് കാലിനും കൈവിരലിനും പരിക്കേറ്റിട്ടുണ്ട്. കൈവിരലിന് പൊട്ടലുമുണ്ട്. തുടർന്ന് ട്രാൻസ് വുമൺ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ലെന്നും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നും പാലാരിവട്ടം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കി. ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പാലാരിവട്ടത്തും എറണാകുളത്തുമായി നടക്കുന്നത്. ട്രാൻസ്ജെൻഡറുകൾക്ക് അവർ അർഹിക്കുന്ന സുരക്ഷിതത്വം ഇപ്പോൾ കേരളത്തിൽ ലഭ്യമല്ല എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. നിരവധി ട്രാൻസ്ജെൻഡേഴ്സുകൾക്കാണ് ഇതുപോലുള്ള പല അപകടങ്ങളും സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പോലീസിൽ പോലും പരാതി നൽകിയാൽ പോലീസിൽ നിന്ന് വരെ അവർക്ക് അക്രമം ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ട്രാൻസ്ജെൻഡേഴ്സുകളും ഇപ്പോൾ പോലീസിൽ പോലും ഇത്തരത്തിലുള്ള പരാതികൾ നൽകാൻ ധൈര്യപ്പെടുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ട്രാൻസ്ജെൻഡേഴ്സുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് മികച്ചൊരു ജീവിത വരുമാനം നിലനിർത്തുന്നതിന് വേണ്ടി തക്കതായ പദ്ധതികൾ കേരള സർക്കാർ ഉടൻ ചെയ്യുമെന്ന് ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇതുവരെയായി നടപ്പായതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത്. എന്നാൽ തെരുവിലിറങ്ങുന്ന അവരെ വരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ മോശമായ കാര്യമായതിനാൽ തന്നെ ഒരു മനുഷ്യനെന്ന നിലയ്ക്കെങ്കിലും ട്രാൻസ്ജെൻഡറുകളോട് പെരുമാറാൻ നമ്മൾ ഇനിയെങ്കിലും പഠിക്കണമെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കണം. കാരണം ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആ അവകാശം നിലനിർത്തേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ ഇതുപോലെയുള്ള നിർദ്ദിഷ്ട സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെല്ലാം പ്രതികരിക്കുകയും പോലീസ് അതിനെല്ലാം തക്കതായ ശിക്ഷ നടപ്പാക്കി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്.